ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യമേ, ഇന്ന് ബാപ്പച്ചിയുടെ ഒരേ ഒരു പെങ്ങളാ സുബൈദ, എന്റെ മാമി. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. മിക്കവാറും ആ വീട് ഒഴിഞ്ഞു തരേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്റെ മോൻ നസീറിന്റെയും നൂർജഹാന്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുക. കല്യാണ ലെറ്റർ അടിക്കാൻ കൊടുത്തിരിക്കുന്നത് വാങ്ങിക്കാൻ പോയിരിക്കുക നസീറിന്റെ ബാപ്പ. ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് ഒരുപാട് പേരുള്ളവരാ ഞങ്ങള്. ആ വീടും കൂടി ഒഴിഞ്ഞു കിട്ടിയാലേ വരുന്നവർക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വെക്കാൻ പറ്റൂ. അല്ല, പെട്ടെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെയാ മാറാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് ഒരല്പം സാവകാശം തരണം. മൂപ്പര് ഒരു പ്രത്യേക ടൈപ്പാ. മാന്യമായിട്ട് പറയാനും അറിയില്ല. എങ്ങനെയാന്ന് വെച്ചാ സൗകര്യം പോലെ മാറി തന്ന വലിയ ഉപകാരമായി. ഈ കല്യാണം വന്നതുകൊണ്ടാ, ഇല്ലെങ്കി ഇങ്ങനെ പറയില്ലായിരുന്നു. ഞങ്ങൾ ശ്രമിക്കാം. അതേ ഇപ്പൊ പറയാൻ പറ്റൂ. ഞങ്ങളുടെ മകൻ വിഷ്ണുവിനോടൊന്ന് ആലോചിച്ചിട്ട് ഉടനെ വേണ്ടതെന്താന്ന് വെച്ചാ ചെയ്യാം. പക്ഷേ തിരക്ക് പിടിക്കരുത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? അയ്യോ സത്യമേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ. മോളെ, അതിനൊക്കെ ഇനി സമയമുണ്ട്. എന്നാ വരട്ടെ. ഇവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇക്ക അവരെ ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? മാറിക്കൊള്ളാൻ പറയുന്നതല്ലേ നല്ലത്. എന്നാ വരട്ടെ മോളെ. എന്നാ ശരി, നിങ്ങൾ വിട്ടോ. ആ വയ്ക്കോ, വണ്ടി എടുക്ക. ഇത് അവനല്ലേ? കാശ് തന്നിട്ട് പോടാ. നിക്കടാ അവിടെ. എടാ നിക്കടാ. എടാ അതാരത്? എന്താ പ്രശ്നം? എന്താ? അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തത് അവനാ. ഏയ്, അതെന്റെ ഫ്രണ്ടാ. അവനങ്ങ് ഗൾഫിലായിരുന്നു. അയ്യോ അല്ല, അവൻ നിങ്ങളെ പൈസ ഒന്നും അവൻ എടുക്കൂല. ഞങ്ങളെ അടിച്ചിട്ട് ഞങ്ങളുടെ കാശ് എടുത്തോണ്ട് പോയത് അവൻ തന്നെയാ. അവനങ്ങനെ ചെയ്യത്തില്ലെന്ന്. അയ്യോ, പിന്നെ അവൻ ചെയ്തത് എന്തുവാ?